ഇവർക്കുള്ള വിശേഷത്തിൽ സാധാരണ സിനിമാക്കാർക്കുള്ള പോലെ മദ്യപാനമില്ല, വ്യഭിചാരമില്ല, മറ്റുള്ള വൃത്തികളില്ല, കള്ളത്തരമില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലുത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നും ദാരിദ്ര്യവാസികളാണെന്ന്. പ്രഭുത്താണ് പേരെങ്കിലും ദാരിദ്ര്യവാസിയാണ് പുറത്തുനിന്ന് തോന്നും. അങ്ങനെയല്ല. ആ ഉള്ള പൈസ 10 പൈസ പോലും ആർക്കും കിടന്നറിയാതെ ഉള്ള കാശിന്റെ ഇത്ര എന്റെ കാശുള്ളൂ, ഇതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞ് വളരെ ക്ലീനായിട്ട് പടമെടുത്ത വ്യക്തികൾ. ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് അന്തസ്സായിട്ട് നിങ്ങളുടെ മുഖത്ത് പറയാൻ ഇതാ കണ്ടനുഭവിച്ചത് 10-25 വർഷം ബന്ധാസം. ഇതിന് ശേഷമാണ് മലയാള സിനിമയിൽ കുറെ NRIക്കാർക്ക് കൊടുത്ത് നാറ്റിച്ച് നശിപ്പിച്ച് ഓടാനാക്കി. അതുവരെ ഞാൻ കണ്ട സിനിമ ബന്ധാസം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ അന്ന് 8-10 പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ 8-10 അല്ലേ സാറേ, 8-10 പ്രൊഡ്യൂസേഴ്സിന്റെ ഉള്ളപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ അവർക്ക് മറ്റ് യാതൊരു ചിന്തയില്ല. നല്ല പടങ്ങൾ എടുക്കുക ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. മറ്റ് ബിസിനസ്സുകളില്ല. അങ്ങനെ ഈ സിനിമയോടുള്ള കലയോടുള്ള സ്നേഹം കൊണ്ട് നല്ല നല്ല നോവലുകളും നല്ല കഥകളും സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് പോയിട്ടിപ്പോ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, കഥ വേണ്ട, യാതൊന്നുമില്ലാത്ത സിനിമ എന്ന് പറഞ്ഞ എന്തൊക്കെയോ വരുന്നുണ്ട്. 10-240 പടം വയ്ക്കാണ് ഒരു വർഷം. ഇതില് പച്ച പിടിച്ചു പോകുന്ന 5-6 പടങ്ങൾ കാണും. അല്ലാതെ ഇദ്ദേഹത്തിന് എത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. ശുദ്ധൻ എന്ന് പറഞ്ഞാൽ പരമശുദ്ധൻ. ഈ ഇന്നിപ്പോ പാറ്റന്റിൽ അവരൊക്കെ മാറുന്നത് ഭർത്താക്കരെയല്ല, ശുഭ്രവസ്ത്രമല്ലാതെ ധരിക്കില്ല, അതുപോലത്തെ ഒരു വ്യക്തിയായി. അപ്പൊ അങ്ങനെയുള്ള പ്രഭുസാറിന് ഇന്ത്യയെ കുറക്കാലം കൂടെ ജീവിച്ചിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാമല്ലാതെ നമുക്ക് അല്ല. ഞാൻ ആലോചിക്കുന്നത് ഈ പ്രായത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതെ പ്രഭുസാറൊന്നുമില്ലേ ഇപ്പോഴും വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. ദൈവാസ ജീവിതചര്യ ഇവരൊക്കെ ജീവിച്ചു വന്നത് അതുപോലത്തെ ഒരു പ്രത്യേക ഒരു പാർട്ടിയിൽ കൂടി വന്ന മനുഷ്യരാണ്.